ഹായ്! ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാറായിട്ടാട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ലേ? നാരങ്ങ അച്ചാറുണ്ട്, കണ്ണിമാങ്ങ അച്ചാറുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ബിരിയാണി കഞ്ഞിൻ്റെ ഒക്കെ കൂടെ ഒരു സ്പൂണ് അച്ചാറൊക്കെ എടുത്തിട്ട് കഴിക്കാമെന്ന് ആലോചിച്ച് നോക്കി. നല്ല വായിൽ വെള്ളം വരുന്നില്ലേ? പക്ഷേ നമ്മുടെ ഈ അച്ചാർ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. എന്നാലോ നിറയെ ദോഷങ്ങളാണ് കിട്ടുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ആലോചിക്കുക വെള്ളം വരണോ വേണ്ടയോ എന്ന്. ഒന്നാമത്തെ കാര്യമാണ് ഇതിലെ ഹൈ സോൾട്ട് കണ്ടൻറ്റ്. ഇങ്ങനെ ഹൈ സോൾട്ട് കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. പ്രത്യേകിച്ച് ഈ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. മാത്രമല്ല നമ്മളെ കിഡ്നി ഡാമേജ് ആവാനും ഇത് ഭയങ്കര റീസൺ ആവുന്നുണ്ട്. അടുത്തത് പറയുകയാണെങ്കിൽ ഇത് ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് ഇതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സോഡിയം ബെൻസോയേറ്റ് ഒക്കെ പോലുള്ള പ്രിസർവേറ്റീവ്സ് ഇതിൽ ആഡ് ചെയ്യുമ്പം നമ്മുടെ വൈറ്റമിൻ സി ആയിട്ട് കെമിക്കലി റിയാക്ട് ചെയ്തിട്ട് ബെൻസോയേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ഈ ബെൻസോയേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാർസിനോജനാണ്. ഇത് ക്യാൻസർ വരാനായിട്ട് ഇത് കാരണമാവും. അടുത്ത പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ് ഉണ്ട്. റിഫൈൻഡ് ആൻഡ് അൺഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ് ഒരുപാട് ഇതിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹെൽത്തിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. ഇത് ഹാർട്ട് ഹെൽത്തിനെയും പിന്നെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് കാരണമാവുന്നുണ്ട്. അടുത്താണ് ഹൈ ഷുഗർ കണ്ടൻറ്റ്. ചില പിക്കിൾസ് കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഹൈ ഷുഗർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അടുത്തതാണ് ടു സ്പൈസി. അതായത് നമ്മൾ എക്സസീവ് ചില്ലി ഒക്കെ ഉള്ള അച്ചാറുകൾ കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ സ്റ്റൊമക്ക് ലൈനിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, അൾസേഴ്സ് ഉള്ളൊക്കെ പേഷ്യൻസ് ആണെങ്കിൽ ഇത് അവരുടെ കണ്ടീഷനെ വേഴ്സൺ ചെയ്യുകയും ചെയ്യും. അടുത്താണ് പിക്കിൾസ് ഒക്കെ കൊമേഴ്ഷ്യലി ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഫുഡ് കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നമ്മുടെ ഹെൽത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നല്ല. നമ്മൾ കണ്ടിന്യൂസ്ലി ലാർജ് എമൗണ്ട് പിക്കിൾസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ഗട്ട് ഹെൽത്ത്, ബ്ലഡ് പ്രഷർ, നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റിന് ഒക്കെ തകരാറിലാക്കും. ഇനി അച്ചാറൊന്നും തിരേ കഴിക്കാൻ പറ്റൂല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ദിവസം ഒരു സമയമൊക്കെ വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഹോം മെയ്ഡ് ആയിട്ടുള്ള അച്ചാറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള പിക്കിൾസ് പ്രിഫർ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഓയില്, ഫുഡ് കളറ്, സാൾട്ട് ഒക്കെ കൺട്രോൾ ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ ഭക്ഷണത്തിന്റെ കൂടെയും വെറുതെ ആയിട്ട് അച്ചാർ കഴിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ റീല് ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങളും അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഈ കൊമേഴ്ഷ്യലി വാങ്ങിക്കുന്ന അച്ചാർ ഒഴിവാക്കിയിട്ട് ഹോം മെയ്ഡ് പിക്കിൾസ് പ്രിഫർ ചെയ്യാം. ഇങ്ങനെയുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സ് അറിയാനായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്യാം.